എനിക്ക് ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അത് മത്സരിക്കുന്ന വേണ്ടെന്നൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ വ്യക്തികളായ ആളുകൾ തീരുമാനിക്കാറില്ല. പാർട്ടി കമ്മിറ്റികളിലാണ് തീരുമാനിക്കുക. ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ആരെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നൊക്കെ തീരുമാനിക്കും. അപ്പം എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിലില്ല. അറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാനെങ്ങനെ പറയും? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാനിപ്പോൾ രാവിലെ മുതലിവിടെ പരിപാടികളിലാണ്. വാർത്തയൊന്നും ഞാൻ ശ്രദ്ധിച്ചുമില്ല, കേട്ടുമില്ല. അത് എന്ത് വികാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി തീരുമാനിച്ചെന്നാൽ ഓക്കെ, ഇല്ലേ വേണ്ട, പാർട്ടിയല്ലേ തീരുമാനിക്കുക. ജയചന്ദ്രനെ പാർട്ടി തീരുമാനിച്ചാൽ ജയചന്ദ്രൻ മത്സരിക്കും. അത് മത്സരത്ത് അദ്ദേഹം ഇതിനു മുമ്പ് 15 വർഷം MLA ആയിരുന്നല്ലേ. അപ്പോൾ ഇവിടെ സാധ്യത ഉണ്ടെന്നുള്ളത് നേരത്തെ തെളിഞ്ഞിരിക്കുന്ന കാര്യമില്ല. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും. ഞാൻ ഒരു ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെയുള്ള ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉള്ളതാണ്. പിന്നെ എല്ലാം ഉണ്ട്. ജയചന്ദ്രൻ പൂർണ്ണ ഷുഗർ രോഗിയാണ്. എനിക്കുമുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉണ്ട്. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതെനിക്കറിയില്ല. അതെ അതെ, എനിക്കറിയില്ല. അതൊക്കെ പുള്ളിയോട് പോയി ചോദിച്ചു. ഞാനെങ്ങനെ പറയും? ഞാൻ 2 പ്രാവശ്യം MLA ആയി, 1 പ്രാവശ്യം മന്ത്രിയായി. ഈ ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആദ്യം മന്ത്രിയായ ആൾ ഞാനാണ്. ഈ പരിഗണനയെല്ലാം എനിക്ക് തന്നില്ലേ? പാർട്ടി ഇതുവരെ ഈ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഇതുവരെ ചർച്ച നടത്തിയായിട്ട് പോലും എനിക്കറിയില്ല. പിന്നെ നോക്കട്ടെ, വരട്ടെ. എന്താന്നാ പാർട്ടി എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ തീരുമാനം. പിന്നെ അല്ലാതെ മത്സരിക്കാൻ പറ്റുമോ? പാർട്ടിയല്ലേ എന്നെ മത്സരിപ്പിച്ച് മന്ത്രി വരെ ആക്കിയില്ലേ. ഇടുക്കി ജില്ലയിൽ നിന്ന് നമ്മുടെ പാർട്ടിയിൽ നിന്ന് മന്ത്രിയായത് ഞാനല്ലേ. എങ്ങനെയായാലും ജയിക്കും, ആര് തന്നാലും ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും.